നമസ്കാരം. ഗാസയിൽ വെടിനിർത്തലിനുള്ള കാഹളം മുഴങ്ങുന്നുണ്ടോ? യുദ്ധകാഹളം അവസാനിച്ചു കഴിയുന്നു. ഹമാസ് പൂർണ്ണമായി നിഷ്കാസിതമാകുന്ന ഒരവസ്ഥാവിശേഷമാണ്. ബന്ദിമോചനം എന്നത് ഒരു മരീചികയായി തുടരുന്നു. പക്ഷേ അതേസമയം സമാധാന സന്ധി സംഭാഷണങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ തകൃതിയായി നടക്കുന്നു. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം അവസാനിച്ചതിനു ശേഷം 60 ദിവസത്തെ വെടിനിർത്തലാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിന് തൽക്കാലത്തേക്കൊരു വിരാമമായിരിക്കുന്നു. അടുത്ത് വരാനുള്ളത് ഹമാസുമായുള്ള പോരാട്ടത്തിൽ വരേണ്ട ഒരു സ്റ്റോപ്പേജാണ് വെടിനിർത്തൽ, സീസ് ഫയർ. ഇതിനുവേണ്ടി അമേരിക്കയും ഖത്തറും ഈജിപ്തുമെല്ലാം അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതുമാത്രമല്ല, ജനുവരി 20, 2025 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരമേറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ചിലതൊക്കെ സംഭവിക്കും എന്ന ഒരു പ്രതീതി ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ പൊതുവെ പറയുന്ന ഈ സമാധാനം വരും എന്ന ഒരു പ്രതീക്ഷയ്ക്ക് അസ്തിത്വമുണ്ടോ, കാരണമുണ്ടോ, ന്യായമുണ്ടോ, അതിനെന്താണ് അടിസ്ഥാനം? അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. സമാധാനമുണ്ടാകും അല്ലെങ്കിൽ ഒരു പൂർണ്ണ വിരാമമുണ്ടാകും എന്ന് ഇപ്പോൾ കരുതാനുള്ള ഒരു കാര്യം ഡൊണാൾഡ് ട്രംപിൻ്റെ വരവ് മാത്രമല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ്. ഇസ്രായേൽ അറ്റൈൻ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിൻ്റെ പൗരന്മാരായ 100ഓളം പേർ ഇപ്പോഴും ഹമാസിൻ്റെ തടവിൽ ഏതോ തുരങ്കങ്ങളിൽ കഴിയുന്നു. ഗസയിൽ അവരുടെ മോചനം. 250ഓളം പേരെയാണ് പിടിച്ചുകൊണ്ടുപോയത്. അതിൽ 100ഓളം പേരെ ഒരു കരാറിലൂടെ ആദ്യം ഏതാനും ദിവസത്തേക്ക് വെടിനിർത്തലുണ്ടായപ്പോൾ ഒരു കരാറിൻ്റെ ഭാഗമായി മോചിപ്പിച്ചു. പിന്നീട് ഒരു 50 പേരെങ്കിലും 50-ലധികം പേരെങ്കിലും പല കാരണങ്ങളാൽ തടവിൽ കൊല്ലപ്പെടുകയുണ്ടായി. എന്നാൽ ഇനിയുള്ളത് 100ഓളം പേരാണ്. 100 പേരൊന്നും കാണില്ല, ഒരു പക്ഷേ 50-60 പേരായിരിക്കും അവശേഷിക്കുക. ഓരോ ജീവനും വളരെ വലിയ വിലയാണ് ഇസ്രായേൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മോചനത്തിന് ന്യായമായ ഒരു തീരുമാനമുണ്ടായില്ല എങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്തെല്ലാം വിജയം എവിടെയെല്ലാം നേടിയാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിലെ ഭരണകർത്താവെന്ന നിലയിലെ ഒരു വലിയ കറുത്ത ഏടായിരിക്കും അത്. ഇറാനെതിരെയുള്ള പോരാട്ടം ഒരു വഴി തുടരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ ഭാഗികമായ വിജയം നേടിയെന്ന് ഇസ്രായേൽ പറയുന്നു. അതെന്ത് തന്നെയായിരുന്നാലും ശരി, സിറിയയിൽ ഇസ്രായേൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രധാന ലക്ഷ്യമായ ബന്ദിമോചനം മാത്രം നടന്നിട്ടില്ല. പൂർണ്ണമായും ഗാസ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഗാസയെ പലതായി വിഭജിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ. ഗാസയുടെ കുറുകെ കോറിഡോറുകൾ, യാത്രാ വീഥികൾ സൃഷ്ടിക്കുന്ന ഒരു തിരക്കിലാണ് ഇസ്രായേൽ. അതായത് പടിഞ്ഞാറൻ തീരമായി മെഡിറ്ററേനിയൻ തീരവുമായി ഇസ്രായേലിൻ്റെ മണ്ണിലെ ഗാസയ്ക്ക് കുറുകെയുള്ള വഴികളിലൂടെ നിയന്ത്രിക്കാം. അവിടെ സൈന്യം താവളം ഉറപ്പിക്കുമ്പോൾ ഗാസയിൽ നെടുക സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഹമാസിനെയോ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള മറ്റ് തീവ്ര വിഭാഗക്കാരെയോ അവരവരുടെ മടയിലേക്ക് ഒതുക്കാൻ സാധിക്കും. അങ്ങനെയാണ് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുന്ന ഒരു ഗാസ. ഇത് ഇസ്രായേലിൻ്റെ പദ്ധതിയാണ്. അത് വളരെ സമൃദ്ധമായി പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബന്ദിമോചനത്തിൽ തട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന, അനൗപചാരികമായി മനസ്സിലാക്കുന്ന ഇപ്പോൾ ഉരുത്തിരിയുന്ന ഫോർമുല എന്ന് പറയുന്നത് ഗാസയിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ പൂർണ്ണമായി മോചിപ്പിക്കുക. അതിന് പകരമായി ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരിൽ ഒരു നല്ല പങ്കിനെ മോചിപ്പിക്കുക. എത്ര എന്നതിനെക്കുറിച്ചൊരു ഒരു നമ്പറിനെ കുറിച്ചൊരു ധാരണയായിട്ടില്ല. അതുമാത്രമല്ല, ഉടനടി വെടിനിർത്തൽ സാധ്യമാവുക. ഇത് കഴിയുമെങ്കിൽ ജനുവരി 20, 2025 മുൻപ് തന്നെ സാധ്യമാക്കുക. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ഒരു നിലപാടെടുത്തു. അന്നാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരമേറ്റെടുക്കുന്നത്. പരസ്യമായി ഒരു നിലപാടേറ്റെടുത്തു. അവസാന ഇസ്രായേൽ ബന്ദിയെയും വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഹമാസ് ശക്തമായ ഒരു പ്രഹരം അമേരിക്കയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന രീതിയിൽ ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു അവസരമുണ്ട്. ഇസ്രായേലിന് ഒരു രഹസ്യമായ അൾട്ടിമേറ്റം കൊടുത്തു, നിങ്ങൾ എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നത്. ഒരുപക്ഷെ ഇസ്രായേലിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നു എങ്കിൽ യുദ്ധം മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടാവില്ല. ഇവിടെ യുദ്ധം നിൽക്കുമെന്ന് ഞാൻ കരുതാനുള്ള കാരണം, അധികം മുന്നോട്ട് പോവില്ല. ഗാസയിലെ പോരാട്ടം ഇപ്പോൾ 45,000 പേരെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. 100,000-ലധികം പേർക്ക് പല രീതിയിലുള്ള അംഗഭംഗം പരിക്കുകൾ, ഗുരുതരമായ പരിക്കുകൾ എല്ലാം പറ്റി. അപ്പോൾ അതുമാത്രമല്ല, 23 ലക്ഷം ഗസയിലെ ആളുകൾ, അവരിൽ സിംഹഭാഗവും ഡിസ്പ്ലേസ്ഡ് ആണ്. ഗസയുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, മറ്റ് നഗരങ്ങൾ പൂർണ്ണമായി
തകർന്നടിഞ്ഞ ഒരു കോൺക്രീറ്റ് കൂമ്പാരമാണ്. അവിടെ വലിയ തോതിലുള്ള ഭക്ഷ്യ ദൗർലഭ്യം നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാനാവില്ല. വെടിനിർത്തലുണ്ടാകണം, ഗാസയ്ക്ക് വേണ്ടി ഒരു പുനരുജ്ജീവന പാക്കേജ് ഉണ്ടാകണം, അതിന് ഇസ്രായേലിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകണം. വളരെയധികം പണച്ചെലവുള്ള കാര്യവുമാണ്. ഇതെല്ലാം തന്നെ പുതിയ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെയും യുണൈറ്റഡ് നേഷൻസിൻ്റെയും എല്ലാം സഹകരണം ഇക്കാര്യത്തിൽ ലഭിക്കുകയും ചെയ്യും. യുദ്ധം അവസാനിക്കുമെന്ന് പറയാനുള്ള പ്രധാന കാരണം പോരാട്ടം നടക്കണമെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാവണം. ഹമാസിന് എക്കാലത്തും ആയുധങ്ങൾ ലഭിച്ചിരുന്നത് ലെബനൻ വഴിയാണ്. അല്ല, നടക്കുന്നത് ലെബനനിലൂടെ വരുന്ന ആയുധങ്ങളാണ്. അത് സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും സിറിയയിലെത്തി സിറിയൻ ലെബനീസ് അതിർത്തി കടന്ന് ലെബനൻ ഹിസ്ബുള്ളയുടെയോ മറ്റ് വിഭാഗങ്ങളുടെ കയ്യിലെത്തി അവിടെ നിന്ന് തീരക്കടൽ മാർഗമോ കരമാർഗമോ പല രൂപത്തിൽ എത്തുകയാണ്. അതുമാത്രമല്ല, ഈജിപ്റ്റാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആയുധക്കടത്തിൻ്റെ ഒരു ലാൻഡ് മാർഗമെന്ന് പറയുന്നത് റഫ ഏറിയയാണ്, റഫ അതിർത്തി മേഖലയാണ്. അവിടെ നിന്നും ഈജിപ്തിൽ നിന്നും തുരങ്കങ്ങൾ വഴിയും അല്ലാതെയും രഹസ്യമായും എല്ലാം സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്ന ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്കുള്ള സ്പെയർ പാർട്ടുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽ, ഇതെല്ലാം തന്നെ പല രീതിയിലും കടൽ വഴിയും എത്തുന്നുണ്ടായിരുന്നു. ഈ മാർഗങ്ങളെല്ലാം തന്നെ സപ്ലൈ റൂട്ട്സ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇസ്രയേൽ കുട്ടിയടച്ചു. ഒരുപക്ഷെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ വളരെ തന്ത്രപരമായ ഒരു നീക്കമായി ഇസ്രായേൽ കാണുന്നു. കാരണം ഹിസ്ബുള്ളയുമായി വെടിനിർത്തുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് അവിടെ ആക്റ്റീവ് ആകാനൊക്കില്ല. ലിറ്റനി നദിയുടെ വടക്കോട്ട് ഹിസ്ബുള്ളയുടെ താവളങ്ങൾ മാറ്റേണ്ട ഒരവസ്ഥയാണ്. ലിറ്റനി നദി കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് തെക്ക് ലെബനനിലൂടെ ഒഴുകുന്ന നദിയാണ്. അതിന് തെക്കോട്ട് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പൂർണ്ണമായി അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു രീതിയിലും ഹിസ്ബുള്ള രംഗത്ത് വരാൻ, പലസ്തീനിയൻസിന് അനുകൂലമായി ഇനി രംഗത്ത് വരാനോ ശക്തമായ ആക്രമണങ്ങൾ നടത്താനോ കഴിയാത്ത ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഉള്ളത് ഹൂതികളാണ്. ഹൂതികൾക്ക് ദീർഘദൂര മിസൈലുകൾ അയക്കാമെന്നല്ലാതെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള മിസൈലുകൾ അയച്ച് ഗാസൻ ജനതയോട് അല്ലെങ്കിൽ പലസ്തീനിയൻ കോസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെ സ്വല്പം അലോസരപ്പെടുത്തുകയും ചെയ്യാമെന്നല്ലാതെ ഗാസയുടെ മോചനത്തിനായി ഹൂതികൾക്കും ഒന്നും ചെയ്യാൻ ആവില്ല തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയിപ്പോൾ ഹമാസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു, അതുപോലെ യഹിയ സിൻവാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അറിയപ്പെടുന്ന ടോപ്പ് ലീഡർഷിപ്പ് ആരും തന്നെ ഇല്ല. കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും പൂർണ്ണമായി അറ്റുപോയിരിക്കുന്നു, താറുമാറായിരിക്കുന്നു. അതുകൊണ്ട് ഒരു വഴിയേ ഉള്ളൂ മുന്നിൽ. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രഷർ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുടെ ഒരു നീക്കം അത് ഫലം കാണുന്നുവെങ്കിൽ ഗാസൻ ജനതയുടെ വീണ്ടെടുപ്പ്, പലസ്തീനിയൻ ജനതയുടെ വീണ്ടെടുപ്പ് സാധ്യമാകണം. ഹമാസ് ഓർ നോ ഹമാസ്, പലസ്തീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ജനതയുടെ വീണ്ടെടുപ്പ് കഴിയുമെങ്കിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു 2 രാഷ്ട്ര ഫോർമുല, അതേക്കുറിച്ച് കൂടി ഈ സമയത്ത് 1993-ലെയും 95-ലെയും ഓസ്ലോ കരാറിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സാധ്യമാകുമെങ്കിൽ സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകുമെങ്കിൽ ഒരുപക്ഷെ ഇസ്രയേലിനും സമാധാനമായി നിൽക്കാം. ഒരുപക്ഷെ ഇസ്രയേൽ യുദ്ധം ജയിച്ചിരിക്കാം ഇപ്പോൾ. പക്ഷേ സമാധാനം എന്നത് വളരെ അകലെയാണ്. സമാധാനം ഉണ്ടാകണമെങ്കിൽ മനസ്സുകൾ ശാന്തമാകണം, പലസ്തീനിയൻ മനസ്സുകൾ ശാന്തമാകണം, അയൽ രാജ്യങ്ങളുടെ മനസ്സുകൾ ശാന്തമാകണം. അവർ ഇസ്രയേലിനെ അംഗീകരിക്കണം, ഇസ്രയേൽ അവരെയും അംഗീകരിക്കണം. അങ്ങനെ സഹവസിക്കാൻ 2 ജനതയും, ഇസ്രായേലിലെ ജൂതജനതയും പലസ്തീനിലെ അറബികളും സമ്മതിക്കുന്ന ഇടം, ആ ഒരു ശാശ്വത പരിഹാരം, ആ ശാശ്വത പരിഹാരത്തിലേക്ക് ഒരു ചുവടുവയ്പ് മാത്രമാകും ഇപ്പോൾ സാധ്യമാകാൻ സാധ്യതയുള്ള വെടിനിർത്തൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഗസയിൽ സമാധാനം വരട്ടെ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഗസയുടെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കട്ടെ, ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകട്ടെ. അവിടെ ശാന്തിയുണ്ട് എങ്കിൽ ലോക സമാധാനത്തിൻ്റെ ഒരു വലിയ അച്ചുതണ്ട് തന്നെയാണ് മധ്യപൗരസ്ത്യ പ്രദേശം. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏത് അശാന്തിയും ആത്യന്തികമായി ലോക സുരക്ഷയെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ കേരളത്തിൽ, ഇന്ന് ചെറിയ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി അഭിപ്രായ രൂപീകരണം നടത്താം. പക്ഷം പിടിക്കാതെ ഇസ്രായേൽ പക്ഷമോ പലസ്തീനിയൻ പക്ഷമോ പിടിച്ചുകൊണ്ട് ഒരു ഗെയിം എന്ന നിലയിൽ ഇസ്രായേൽ പലസ്തീൻ പോരാട്ടത്തെ, അല്ലെങ്കിൽ ഇസ്രായേൽ സൈൻ IDF-ഉം ഗാസയിലെ ഹമാസും തമ്മിലോ അല്ലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടത്തെ, അല്ലെ ഇറാനുമായുള്ള പോരാട്ടത്തെ ഒരു ഗെയിം എന്ന നിലയിൽ പരസ്പരം ഇരുപക്ഷത്തെ ആരെയും മാറി മാറി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗം കുഴിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാതെ പൂർണ്ണ സമാധാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം.